കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ ദേവരഥങ്ങൾ പ്രയാണം ആരംഭിച്ചു. ഒന്നാം തേരുത്സവത്തിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും പരിവാരങ്ങളുമാണ് തേരിലേറിയത്. പിന്നാലെ ഭഗവത് സ്തുതിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ രഥം വലിച്ചു. വിശ്വനാഥ സ്വാമിയുടെയും വിശാലാക്ഷി അമ്മാളിൻ്റെയും തിരുക്കല്യാണത്തോടെയാണ് രഥോത്സവത്തിന് തുടക്കമായത്. തിരുക്കല്യാണത്തിന് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവീദേവന്മാരെ രഥങ്ങളിലേക്ക് എഴുന്നള്ളിച്ചു. ആദ്യം ഗണപതിയും പിന്നാലെ വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യ സ്വാമിയും അവസാനമായി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും രഥാരോഹണം ചെയ്തു. ദേവീദേവന്മാർ രഥത്തിലേറിയതോടെ രഥപ്രയാണം ആരംഭിച്ചു. പ്രാർത്ഥനയോടെ നിരവധി വിശ്വാസികളാണ് രഥം വലിച്ചത്. ഇത് വലിക്കാൻ കിട്ടുക തന്നെ പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. ഒരു വർഷത്തിൽ ഒരു തവണ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിന് എപ്പോഴും ഞങ്ങൾ വരാറുണ്ട്. ഇവിടെ എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണ്. കൽപ്പാത്തിയിലത്തെ എല്ലാ വർഷവും തേര് വലിക്കാൻ വേണ്ടി വരാറുണ്ട്. വളരെ സന്തോഷമാണ് വരുന്നത്. കൽപ്പാത്തി തേര് എന്നുള്ളത് ഒരു വലിയ ആഘോഷമാണ് ഞങ്ങൾക്ക്. ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക്. ഇപ്പം ഞങ്ങൾ തന്നെ ചെന്നൈയിലാണ്. എത്ര തന്നെ തിരക്കാണെങ്കിലും എന്ത് വീക്ക് ഡേയ്സ് ആണെങ്കിലും ഞങ്ങൾ ലീവ് എടുത്ത് ഇതിൻ്റെ ഫാമിലിയോടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് എല്ലാവരും കൂടിച്ചേരണ ഒരു നല്ലൊരു ടൈമാണ്. വലിക്കുന്നത് വളരെ പുണ്യമാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ എല്ലാവരും തേര് വലിക്കുന്നത്. തേര് പറഞ്ഞാൽ തന്നെ ഒരു കൽപ്പാത്തി തേര് ഒരു ആവേശമുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാളെ മന്തക്കര മഹാഗണപതിയുടെ രഥവും അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും. കൽപ്പാത്തിയിൽ ഒന്നാം തേരിന് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അടുത്ത 2 ദിവസങ്ങളിലും വലിയ ജനസഞ്ചയം തന്നെ അഗ്രഹാര വീഥികളിലേക്ക് ഒഴുകിയെത്തും. ശശികുമാർ പടന്നക്കാടിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.